ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 4ാമത്തെ സെഷനാണ്. ആദ്യത്തെ 2 സെഷൻ ഈ ചാപ്റ്ററിൽ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അവിടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ പല സാധനങ്ങൾ ചേർന്ന് സമ്മിശ്രിതമായി ഉണ്ടാക്കുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. 3ാമത്തെ സെഷനിൽ നമ്മൾ റൊട്ടേഷണൽ മോഷൻ്റെ അനലോഗസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പഠിച്ചത്. അതായത് ലീനിയർ മോഷനിൽ, സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന മോഷനിൽ നമ്മൾ എന്തെല്ലാം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നു അതിനെല്ലാം ഇക്വലന്റ് ആയി അനലോഗസ് ആയി നമുക്ക് റൊട്ടേഷണൽ മോഷനിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞായിരുന്നു, അതിന് ഇക്വലന്റ് ആയി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതേപോലെ വെലോസിറ്റി പറഞ്ഞായിരുന്നു, ഇക്വലന്റ് ആയി ആംഗുലാർ വെലോസിറ്റി അനലോഗസ് ആയിട്ടുണ്ട്. 3ാമത് ആക്സിലറേഷൻ, അതിന് ഇക്വലന്റ് ആയി ആംഗുലാർ ആക്സിലറേഷൻ പറഞ്ഞായിരുന്നു. ആൻഡ് കഴിഞ്ഞ സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫോഴ്സിന്റെ ഇക്വലന്റ് ആയ അല്ലെങ്കിൽ അനലോഗസ് ആയ റൊട്ടേഷണൽ മോഷനിൽ ടോർക്കിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ സെഷൻസ് കാണാത്തവർ ഇന്നത്തെ സെഷനിൽ നമ്മൾ അതിനുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ 3ാമത്തെ സെഷൻ, അറ്റ്ലീസ്റ്റ് ഈ ആദ്യത്തെ 2 സെഷൻ കണ്ടില്ലെങ്കിൽ 3ാമത്തെ സെഷൻ തീർച്ചയായിട്ടും കണ്ടിട്ട് വരിക. അത് കാണണമെന്നുള്ളവർ ഇവിടെ കാർഡ്സിൽ പോയാൽ ആ ലിങ്ക്സ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവിടെ ലിങ്ക്സ് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിക. ഇന്നത്തെ സെഷനിൽ നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ച്, മൊമെൻറ്റത്തിൻ്റെ അനലോഗസ് ആയ ഫിസിക്കൽ പ്രോപ്പർട്ടി, റൊട്ടേഷണൽ മോഷനിലെ ഫിസിക്കൽ പ്രോപ്പർട്ടിനെ കുറിച്ചായിരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ ആംഗുലാർ മൊമെൻറ്റവും ടോർക്കും എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ള കാര്യവും നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുള്ള പോലെ റിക്വസ്റ്റ് ചെയ്തോളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൗതുകത്തോടെ ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ആൻഡ് ബേസിക്സ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഏത് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും. നിങ്ങൾ സബ്ജക്റ്റ് മനസ്സിലാക്കി സബ്ജക്റ്റ് സ്നേഹത്തോടെ പഠിച്ചാൽ തന്നെ മാർക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും, എൻട്രൻസ് ആയാലും തിയറി ആയാലും. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായി പറഞ്ഞുതരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിൽ പോയി എഴുതുക, ഞാൻ കമൻസ് വായിച്ചിട്ട് ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള കുട്ടികൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറയാം, ആ സമയത്ത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ വെച്ചോളാം. അതാണ് ബെസ്റ്റ് മെത്തേഡ്, കോംപ്രഹെൻസീവ് ആയിട്ട് ഒരു നോട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അനലോഗസ് പറഞ്ഞു, ആംഗുലാർ വെലോസിറ്റി അനലോഗസ് പറഞ്ഞു, ആംഗുലാർ ആക്സിലറേഷൻ്റെ അനലോഗസ് പറഞ്ഞു, ടോർക്ക്, ഫോഴ്സിന്റെ അനലോഗസ് ആയ ടോർക്കിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ മൊമെന്റത്തിന് അനലോഗസ് ആയ ആംഗുലാർ മൊമെന്റം ആണ് പറയുന്നത്. എന്താണ് മൊമെന്റം എന്ന് നമ്മൾ പറയുന്നത്? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ, അതിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റം നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ് എന്ന് നമ്മൾ ചാപ്റ്റർ നമ്പർ 5 ലോസ് ഓഫ് മോഷനിൽ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിന് ഇക്വലന്റ് ആയി റൊട്ടേഷണൽ മോഷനിൽ വരുന്നതാണ് ആംഗുലാർ മൊമെന്റം, റൊട്ടേഷണൽ ഇക്വലന്റ് ഓഫ് ലീനിയർ മൊമെന്റം, ഓൾസോ കോൾഡ് മൊമെന്റ് ഓഫ് മൊമെന്റം എന്നും നമ്മൾ വിളിക്കാറുണ്ട്. മൊമെന്റ് ഓഫ് മൊമെന്റം എന്നും പറയാറുണ്ട്. ഓഫ് എ പാർട്ടിക്കിൾ അബൌട്ട് എ പോയിന്റ്, ഒരു പാർട്ടിക്കിളിന് ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ മൊമെന്റ് ഓഫ് മൊമെന്റം എന്താണ്, അതാണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മൊമെന്റം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ ഒരു ആക്സിസ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഈ കേസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പി പോയിന്റ് ഉണ്ട്, ലെറ്റ് എ പാർട്ടിക്കിൾ പി റൊട്ടേറ്റ് അറൌണ്ട് എ പോയിന്റ് ഒ. ഒരു പർട്ടിക്കുലർ ആക്സിസ് ആയ ഒയിൽ നിന്നും ഈ പി കറങ്ങിക്കൊണ്ടിരിക്കുവാണ്, സർക്കിളിൽ പോവാണോ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ പോവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ലെറ്റ് പി ഈസ് ഈക്വൽ ടു എം വി, അതായത് പി എന്ന് പറയുന്ന മൊമെന്റം ആണ്, ലീനിയർ മൊമെന്റം ആണ്. അപ്പോൾ ആ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എം ഇൻറ്റു വി ആണ്, നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിളിന്റെ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എം ഇൻറ്റു വി ആണ്. ബി ഇറ്റ്സ് മൊമെന്റം വിച്ച് മേക്സ് ആംഗിൾ തീറ്റ വിത്ത് ആർ. ആർ എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒ പിനെ തന്നെയാണ് നമ്മൾ ആർ വെക്ടറായി പറയുന്നത്. ഓക്കെ, ഇതിന് ഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒ പി എന്ന് പറഞ്ഞ ആർ വെക്ടർ, അതായത് റേഡിയസ് വെക്ടർ, ഇത് ഏത് പോയിന്റിൽ ഇരുന്ന് കറങ്ങുന്നു, ഏത് സ്ഥലത്ത് നിന്ന് കറങ്ങുന്നു, അവിടെ നിന്നും ആ സെന്റർ ഓഫ് റൊട്ടേഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് ആർ വെക്ടർ എന്ന് പറയുന്നത്. അതാണ് ഈ ബ്ലൂവിൽ വരച്ച് കാണിച്ചേക്കുന്നത്, ഒ പി. അത് തന്നെയാണ് ആർ. ആ ആർ വെക്ടറുമായി ഇതൊരു തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഈ പാർട്ടിക്കിൾ കറങ്ങുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാം ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എടുത്ത് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഫോഴ്സിന് ആദ്യം, അല്ലെങ്കിൽ അവിടെ ഉള്ള ഏതാണോ വെക്ടർ, ആ മൊമെന്റം ആണ് ഇവിടുത്തെ വെക്ടർ എന്നുണ്ടെങ്കിൽ ഇവിടെ മൊമെന്റം ആണ് വെക്ടർ, ഞാൻ ഇത് പി എന്ന് എഴുതുവാണ്. ഓക്കെ, അപ്പോൾ ആ പി വെക്ടറിനെ ഞാൻ നീട്ടിവിടും. ഓക്കെ, സോ ആ പി വെക്ടറിന്റെ അതേ ഡയറക്ഷനിൽ ഞാൻ താഴോട്ട് ലൈൻ വരച്ചു.
ഒരു പോയിന്റ് എൻ വരെ വരച്ചു. എന്നിട്ട് ഒയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ പി എന്നിലോട്ട് ഞാൻ വരയ്ക്കുവാണ്. അതാണ് അവിടെ ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ആംഗുലാർ മൊമെന്റം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പി, ഈ വരച്ചേക്കുന്ന മൊമെന്റം ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് പ്രോഡക്റ്റ് ഓഫ് മൊമെന്റം ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത് പി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയ ഡി ആണ്. ഓക്കെ, ഒരിക്കൽ കൂടി നമുക്ക് ഈ പർട്ടിക്കുലർ ട്രയാങ്കിളിൽ നിന്നും സൈൻ തീറ്റ എടുക്കാം. ശ്രദ്ധിക്കുക, തീറ്റ എന്ന് പറയുന്നത് ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും തീറ്റ ആയിരിക്കും. കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, സൈൻ തീറ്റ എന്തായിരിക്കും? ഈ ട്രയാങ്കിളിൽ നിന്നും സൈൻ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ്, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഡി ഡിവൈഡഡ് ബൈ ആർ വെക്റ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി വെക്ടറിനെ എങ്ങനെ എഴുതാം? ഈ ആറിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഇൻറ്റു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡി എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡീന് പകരം ആർ സൈൻ തീറ്റ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആംഗുലാർ മൊമെന്റം എപ്പോഴും എൽ വെച്ചായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലിനെ എങ്ങനെ എഴുതാം? പി ഇൻറ്റു ആർ സൈൻ തീറ്റ എന്ന് എനിക്ക് പറയാം. ഓക്കെ, എപ്പോഴും ഓർക്കുക, രണ്ട് പർട്ടിക്കുലർ വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്നത് എ ബി സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ നമ്പർ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പി എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, മൊമെന്റം ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ആർ എന്ന് പറയുന്നത് ആ റേഡിയസ് വെക്ടർ ആണ്, അതൊരു ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതൊരു ദൂരമാണ്, അതൊരു വെക്ടർ ആണ്. അപ്പോൾ പി ആർ സൈൻ തീറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ക്രോസ് പി എന്ന് എഴുതാം. ആർ ക്രോസ് പി ഇതായിരിക്കും ആംഗുലാർ മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് പ്രാക്ടിക്കലി, ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ കോൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുമ്പോൾ മനസ്സിലാവും. ഇത്രയും ഓർത്താൽ മതി, മൊമെന്റത്തിന് അനലോഗസ് ആയി റൊട്ടേഷണൽ മോഷനിൽ വരുന്നതാണ് ആംഗുലാർ മൊമെന്റം. അതിനെ എന്തുകൊണ്ടും വിളിക്കും മൊമെന്റ് ഓഫ് മൊമെന്റം എന്ന് വേണമെങ്കിലും വിളിക്കും. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ലീനിയർ മൊമെന്റം എടുത്ത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് റൊട്ടേഷൻ ആൻഡ് ദി മൊമെന്റം. അതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഉള്ള ആംഗുലാർ മൊമെന്റം കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ എക്സ്പ്രഷൻ മറ്റൊരു രീതിക്ക്, അതായത് എനിക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അറിയത്തില്ല, പകരം ഈ ആർ മാത്രമേ അറിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെഴുതാം? ആർ ക്രോസ് പി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആംഗുലാർ മൊമെന്റം കിട്ടും. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ പറയണം. നമ്മൾ ആദ്യം ഇവിടെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് ഇതിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയെടുത്തു, അത് രണ്ടുമായി. മൂന്നാമത് യൂണിറ്റ് പറയണം, ഡയമെൻഷൻ പറയണം, ആൻഡ് സ്കേലർ ആണോ വെക്ടർ ആണോ എന്നുള്ള കാര്യം പറയണം. ശ്രദ്ധിക്കുക, യൂണിറ്റ് പറയാൻ നമുക്കറിയാം, ഇവിടെ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് യൂണിറ്റ് പറയാൻ അറിയാം. ആർ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും. പി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മൊമെന്റം എന്ന് പറയുന്നത് എം വി ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻറ്റു ഇവിടെ ഒരു മീറ്റർ കൂടെ ഉണ്ട്, അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും ഇതിന്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്, ഇൻറ്റു ഒരു മീറ്റർ കൂടെ വരുന്നു, കാരണം ആർ ക്രോസ് പി ആയതുകൊണ്ട്. അങ്ങനെയാണ് ഡയമെൻഷൻ എങ്ങനെയായിരിക്കും? യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻ പറയാം. കിലോഗ്രാം എന്ന് പറയുന്ന മാസ് ആണ്. ഓക്കെ, അപ്പോൾ എം. മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് ആണ്, അപ്പോൾ എൽ. അത് സ്ക്വയർ ഉണ്ട്, അപ്പോൾ എം എൽ സ്ക്വയർ. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം ആണ്, അപ്പോൾ ടൈം റൈസ് ടു -1. ഇതായിരിക്കും അതിന്റെ ഡയമെൻഷൻ. ഫൈനലി ഇത് സ്കേലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ സെഷനിലും നമ്മൾ പറഞ്ഞായിരുന്നു, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ഇതൊരു വെക്ടർ ആണെന്ന് വിചാരിക്കുക, ഇത് മറ്റൊരു വെക്ടർ ആണ്. ഇവിടുത്തെ കേസിൽ ഇത് മൊമെന്റം വെക്ടർ ആണെന്ന് വിചാരിക്കുക, മറ്റത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, ആർ വെക്ടർ. ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് മൂന്നാമതൊരു വെക്ടർ ആയിരിക്കും. എപ്പോഴും ക്രോസ് പ്രോഡക്റ്റിന്റെ റൂളാണ്, കിട്ടുന്ന ഒരു വെക്ടർ ആയിരിക്കും. ആ വെക്ടർ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അവ പെർപെൻഡിക്കുലർ ആണ്, ഈ രണ്ട് വെക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ കിട്ടുന്ന മൂന്നാമത്തെ വെക്ടർ എന്ന് പറയുന്നത് ആ രണ്ട് വെക്ടർ ഉള്ള ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, ഇത് രണ്ടും ഇരിക്കുന്ന ഈ പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക, ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ കിട്ടുന്ന വെക്ടർ. അപ്പോൾ ആർ ക്രോസ് പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വെക്ടർ ആയിരിക്കും. ആ വെക്ടർ എങ്ങനെയായിരിക്കുന്നത്? പെർപെൻഡിക്കുലർ ടു ബോത്ത് ഓഫ് ദീസ് വെക്ടർ. അപ്പോൾ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. നമുക്ക് ചാപ്റ്റർ നമ്പർ 5 അതായത് ലോസ് ഓഫ് മോഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊമെന്റവും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത്. അതായത് ഫോഴ്സ് തന്നു കഴിഞ്ഞാൽ F =
dp/dt എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം സമയത്തിനനുസരിച്ച് എത്രത്തോളം മാറുന്നു അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ ഡയമെൻഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ma ആണ്. ഓക്കെ, മൊമെന്റം എന്ന് പറയുന്നത് p എന്ന് പറയുന്നത് mv ആണ്. ഓക്കെ, അപ്പോൾ m × v അതിനെ d/dt ചെയ്താൽ മതി. എന്ന് വെച്ചാൽ മാസ് ഒരു കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇത് എങ്ങനെ വരും? m × dv/dt എന്ന് പറയും. dv/dt എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. അത് ആക്സലറേഷൻ തന്നെയാണ്. അപ്പോൾ അത് ma ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് f = dp/dt എന്ന് കിട്ടുന്നത്. എനിവേ നമ്മൾ പറഞ്ഞു വന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണോ അത് തന്നെ ആയിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമുക്ക് കിട്ടേണ്ടത്? നമ്മൾ പറഞ്ഞായിരുന്നു ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ അനലോഗസ് ആണ്. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് മൊമെന്റത്തിന്റെ അനലോഗസ് ആണ്. അപ്പോൾ എനിക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം എടുത്തു കഴിഞ്ഞാൽ ടോർക്ക് കിട്ടണം. ഓക്കെ, അതാണ് റൂൾ. ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണം കിട്ടാൻ. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. dl എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ ആംഗുലാർ മൊമെന്റമായി എടുത്തത്. അപ്പോൾ dl/dt എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, നമുക്കറിയാം L എന്ന് പറയുന്നത് r ക്രോസ് p ആണ്. അപ്പോൾ നമുക്ക് d/dt ഓഫ് r ക്രോസ് p ചെയ്യണം. ഓക്കെ, എപ്പോഴും ഡിഫറൻസിയേഷൻ്റെ റൂൾ ഉണ്ട്. ഡിഫറൻസിയേഷൻ ഓഫ് എ പ്രോഡക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ d/dt ഓഫ് ab ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യേണ്ടത് a × db/dt ചെയ്യണം പ്ലസ് b × da/dt ചെയ്യണം. അകത്തുള്ള ഓരോന്നും ആദ്യം ഒരെണ്ണത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മറ്റതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. പിന്നെ രണ്ടാമത്തേന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആദ്യത്തുള്ളതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അങ്ങനെ വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ അതേപോലെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് dl/dt എന്തായിട്ട് എഴുതാം? d/dt ഓഫ് L എന്ന് പറയുന്നത് ആദ്യം r × dp/dt എന്ന് എഴുതാം. ഓക്കെ, അത് ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. r × dp/dt പ്ലസ് രണ്ടാമത് p × dr/dt. ഓക്കെ, ഈ രണ്ട് ഇതായിട്ട് നമുക്ക് എഴുതാം, രണ്ട് പാർട്ടായിട്ട് നമുക്ക് എഴുതാം. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുകയാണ്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, ആദ്യം ഈ dp/dt ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫോഴ്സ് ആണ്. അപ്പോൾ ബട്ട് dp/dt ഇസ് ഈക്വൽ ടു ഫോഴ്സ്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് ഞാൻ പറയുവാണ്. ഓക്കെ, അടുത്തത് dr/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റി തന്നെയാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് പറയണം. ആൻഡ് ഈ p എന്ന് പറയുന്നത് മൊമെന്റം ആണ്. p അത് m × v എന്ന് എനിക്ക് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് ഞാൻ പറയുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുക സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2, 3, 4 ഇൻ 1ൽ ഈ 2, 3, 4 ഒക്കെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായി? d/dt ഓഫ് L എന്ന് പറയുന്നത് r × dp/dt പകരം ഞാൻ r ക്രോസ് ആണ് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ r ക്രോസ് dp/dt പകരം r ക്രോസ് f എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, പ്ലസ് p എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു mv ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ mv ക്രോസ് ആണ്. dr/dt എന്ന് പറയുന്ന വെലോസിറ്റി ആണ്, വെലോസിറ്റി v. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ v ക്രോസ് v, m ഒരു സ്കെയിലർ ആണ്, അപ്പോൾ അത് പോവും. ബാക്കി നമ്മൾ v ക്രോസ് v ചെയ്യുവാണ് ഈ രണ്ടാമത്തെ ടേമിൽ. എപ്പോഴും രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ 0 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അതിന്റെ കാരണം എന്താ? എപ്പോഴും ഞാൻ പറഞ്ഞു തന്നു, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു a ക്രോസ് b എന്ന് പറയുന്നത് ab സൈൻ തീറ്റ ആണ്. അപ്പോൾ a ക്രോസ് b ചെയ്യുമ്പോൾ ab സൈൻ തീറ്റ, അത് തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, സോ a ക്രോസ് a തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എയും ആയിട്ടുള്ള ആംഗിൾ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയും അതേ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ആംഗിൾ 0 ഡിഗ്രി ആണ്. രണ്ട് a തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിന്റെയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ആംഗിൾ 0 ആയി കഴിഞ്ഞാൽ സൈൻ തീറ്റ 0 ആയിരിക്കും. അപ്പോൾ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ a ക്രോസ് a ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അത് കാരണം ഇവിടെ v ക്രോസ് v ചെയ്യുമ്പോൾ എനിക്ക് ഈ ക്വാണ്ടിറ്റി 0 ആയിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തായി? dl/dt എന്ന് പറയുന്നത് r ക്രോസ് f ആണ്. r ക്രോസ് f നമുക്ക് നേരത്തെ അറിയാം, അത് ടോർക്ക് തന്നെയാണ്, ടോർക്ക് വെക്ടർ തന്നെയാണ് r ക്രോസ് f. ഇത് എങ്ങനെയാണ് എന്നുള്ള r ക്രോസ് f എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെഴുതാം ഫൈനലി? dl/dt അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ടോർക്ക് തന്നെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഫോഴ്സ് ആയിരുന്നു. അപ്പോൾ അതേ ഇക്വലന്റ് ആണ്, മൊമെന്റത്തിന്റെ ഇക്വലന്റ് ആണ് ആംഗുലർ മൊമെന്റം, ഫോഴ്സിന്റെ ഇക്വലന്റ് ആണ് ടോർക്ക്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ടോർക്കായിട്ട് തന്നെ കിട്ടണം. അങ്ങനെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ശാസ്ത്രത്തിൽ നമുക്ക് ലോജിക്കലായിരിക്കും, എല്ലാ സ്റ്റെപ്സും കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോജിക്കലി അത് പക്കായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, എത്രയാണോ സമയത്തിനനുസരിച്ച് എത്രയാണോ ആംഗുലർ മൊമെന്റം മാറുന്നത് അതായിരിക്കും അവിടെ ഉണ്ടാവുന്ന ടോർക്ക്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ആംഗുലർ മൊമെന്റം ഓഫ് എർത്ത് ഓർബിറ്റിംഗ് അറൌണ്ട് ദ സൺ അറ്റ് എ റേഡിയസ് ഓഫ് 150 million kilometers. Okay, mass of earth is 6 into 10 raised to 24 kilogram and speed of rotation is 30 kilometer per second. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മാസ് ഇവിടെ തന്നിട്ടുണ്ട് 6 into 10 raised to 24. അപ്പോൾ m തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട് v 30 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. അതായത് 30,000 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് മൂന്നാമത് തന്നിട്ടുള്ളത് റേഡിയസ് ഓഫ് എർത്ത് 6 തന്നിട്ടുണ്ട്. 150 million കിലോമീറ്റർ ആണ്. അപ്പോൾ 1.5 into 10 raised to 11 മീറ്റർ ആണ്. ഓക്കെ, എല്ലാം നിങ്ങൾ SI യൂണിറ്റിൽ കൺവേർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാനിവിടെ കിലോമീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുള്ളത് ഞാൻ മീറ്റർ പെർ സെക്കൻഡ് ആക്കി, ഇവിടെ കിലോമീറ്ററിൽ തന്നിട്ടുള്ളത് ഞാൻ മീറ്റർ ആക്കി. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ആംഗുലർ മൊമെന്റം ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് നമുക്കറിയാം R ക്രോസ് P ആണ്. R ക്രോസ് P എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്താൽ മതി? R നമുക്കറിയാം, R ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. P എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ R ക്രോസ് P എന്ന് പറയുന്നത് R M V തന്നെ ആയിരിക്കും. ഓക്കെ, R ഇൻറ്റു M ഇൻറ്റു V തന്നെ ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓൾറൈറ്റ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ R ക്രോസ് P ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ R ക്രോസ് P എന്ന് പറയുന്നത് ഇവിടെ വേറെ ഒന്നുമില്ല, P എന്ന് പറയുന്നത് M ഇൻറ്റു V ആണ്. അപ്പോൾ M ഇൻറ്റു V ഇൻറ്റു R തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 2.7 into 10 raised to 37. എന്നിട്ട് യൂണിറ്റ് എഴുതാൻ മറക്കരുത്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതായിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ. ഓൾറൈറ്റ്, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. നമ്മൾ ആദ്യം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച് 2 സെഷനായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ചേർന്ന് സമ്മിശ്രിതമായി ഉണ്ടാവുന്ന ഒരു വലിയ പാർട്ടിക്കിൾ, ഒരു വലിയ വസ്തു, അതിൻ്റെ ടോർക്കും ആംഗുലർ മൊമെന്റവും എങ്ങനെ വരും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ടു ഗെറ്റ് ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് we need to do vector addition of angular momentum of individual particles. 2 ഓഫ് എഴുതിയിരിക്കുകയാണ്. വെക്ടർ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനെല്ലാം ഓരോ ആംഗുലാർ മൊമെന്റം ഉണ്ടാവും. ലെറ്റ്സ് സേ ഞാൻ ഈ വരച്ച് കാണിക്കുന്നതാണ് ഒരു വലിയ പാർട്ടിക്കിൾ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ 1 2 3 4 5 ഇങ്ങനെ കുറേ പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനൊരു സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഉണ്ടാവും. ഈ പോയിന്റിൽ വെച്ചാണ് ഈ വസ്തു കറങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പോയിന്റിന് ഒരു ആംഗുലാർ മൊമെന്റ് ഉണ്ടാവും, ഇതിനൊന്നുണ്ടാവും, എല്ലാത്തിനും ഓരോ ആംഗുലാർ മൊമെന്റ് ഉണ്ടാവും. L1 L2 L3 L4 L5 അങ്ങനെ കുറേ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ആംഗുലാർ മൊമെന്റം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഓരോ ആംഗുലാർ മൊമെന്റും എടുക്കുക, അതിനെല്ലാം ആഡ് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൺസിഡർ എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ്. n പാർട്ടിക്കിൾ ഉള്ള ഒരു സിസ്റ്റം ഉണ്ട് വിത്ത് റേഡിയസ് വെക്ടേഴ്സ് R1 R2 R3 എക്സെട്ര അപ് ടു Rn. ഓരോന്നിനെയും സെൻറ്ററിൽ നിന്നുള്ള ദൂരം R1 R2, സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ദൂരമാണ് പറയുന്നത്. ഇതെല്ലാം വെക്ടേഴ്സ് ആണ്. R1 R2 R3 എക്സെട്ര അപ് ടു Rn വരെ വെക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം മൊമെന്റം എന്ന് പറയുന്നത് P1 P2 P3 അങ്ങനെ Pn വരെ മൊമെന്റം വെക്ടേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗുലാർ മൊമെന്റം എങ്ങനെ എഴുതാം? ആംഗുലാർ മൊമെന്റം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ L എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനും L1 L2 ഒക്കെ ആണെന്ന് വിചാരിക്കുക മൊമെന്റം. അങ്ങനെയാണെങ്കിൽ L1 പ്ലസ് L2 പ്ലസ് എക്സെട്ര അപ് ടു Ln എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെഴുതാം? സിഗ്മ Li എന്ന് എഴുതാം. ഓക്കെ, Li എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റം ആണ്. അതിനെ എടുത്ത് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്യുക, എല്ലാത്തിനെയും എടുത്ത് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഈ റേഡിയസ് വെക്ടറും മൊമെന്റവും വെച്ച് നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ Liനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ Ri ക്രോസ് Pi എന്ന് നമുക്ക് എഴുതാം. എന്ന് വെച്ചാൽ ഈ ഓരോന്നും L1 എന്ന് പറയുന്നത് R1 ക്രോസ് P1 ആണ്, L2 എന്ന് പറയുന്നത് R2 ക്രോസ് P2 ആണ്, L3 എന്ന് പറയുന്നത് R3 ക്രോസ് P3 ആണ്. അങ്ങനെ Ln എന്ന് പറയുന്നത് Rn ക്രോസ് Pn ആണ്. അപ്പോൾ ഓരോ റേഡിയസ് വെക്ടർ ഇൻറ്റു അതിൻ്റെ മൊമെന്റം, ആ പാർട്ടിക്കിളിൻ്റെ മൊമെന്റം വെക്ടർ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. എന്നിട്ട് അതിനെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ ആംഗുലാർ മൊമെന്റമായ L കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോർക്ക് എങ്ങനെ കിട്ടും? നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് dL/dt ആണ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? d/dt ഓഫ്
സിഗ്മ എൽ എൽ ഐ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സിഗ്മ, കാരണം എൽ എന്ന് പറയുന്നത് സിഗ്മ എൽ ഐ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഡി എൽ ഐ ബൈ ഡി ടി. ഈ ഓരോന്നിൻ്റെയും, ഈ സിഗ്മേനെ ഞാൻ പുറത്തെടുക്കുവാണ്. സിഗ്മേനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിനെ സം ചെയ്യണമെന്ന് പറയാം. നമുക്കറിയാം ഓരോ പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആംഗുലാർ മൊമെന്റത്തിനെ എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോർക്കാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന്റെ ടോർക്ക് കിട്ടും. അങ്ങനെ ഓരോ പാർട്ടിക്കിളിന്റെയും ടോർക്ക് എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫക്റ്റീവ്ലി സിഗ്മ ടോ ഐ എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ പാർട്ടിക്കിളിന്റെ ടോർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിനെ എടുക്കുക, അതിന്റെ ടോർക്ക് എടുക്കുക, ആ ടോർക്കിനെ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് ആംഗുലാർ മൊമെന്റവും കണ്ടുപിടിക്കാം, ടോർക്കും കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെയും ആംഗുലാർ മൊമെന്റം എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ പാർട്ടിക്കിളിന്റെ കിട്ടും. അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെയും റേഡിയസ് വെക്ടർ ക്രോസ് മൊമെന്റം വെക്ടർ ചെയ്താൽ മതി, എനിക്ക് അവിടുത്തെ ആംഗുലാർ മൊമെന്റം കിട്ടും. ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഓരോ ഇൻഡിവിജ്വൽ വെക്ടറിനെ ടോർക്ക് എടുക്കണം. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ നമുക്ക് ആർ ഐ ക്രോസ് എഫ് ഐ എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അങ്ങനെ ഓരോ പാർട്ടിക്കിളിൻ്റെയും ആർ ഐ ക്രോസ് എഫ് ഐ എടുത്തിട്ട് അതിനെ എനിക്ക് സം ചെയ്തെടുത്താലും മതി, നമുക്ക് ടോർക്ക് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. എപ്പോഴും ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിന് നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാറുണ്ട്, ഞാൻ കാറിൻ്റെ അകത്തിരുന്ന് കാറിനെ തള്ളിക്കഴിഞ്ഞാൽ കാറ് മുന്നോട്ടൊന്നും പോകത്തില്ല. പക്ഷെ അതേ ഞാൻ പുറത്തിറങ്ങി കാറിനെ തള്ളിക്കഴിഞ്ഞാൽ കാറ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അത്രയും ഫോഴ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കാറ് മുന്നോട്ട് പോകും. അപ്പോൾ ഈ അകത്ത് നിന്ന് തള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, പുറത്തിറങ്ങി തള്ളിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഇന്റേണൽ ഫോഴ്സിന്റെയും എക്സ്റ്റേണൽ ഫോഴ്സിന്റെയും സം ആയിരിക്കും. അതേപോലെ ഇവിടെ ടോർക്ക് പറയുമ്പോഴും എനിക്ക് ടോർക്ക് എന്ന് പറയുന്നത് ഈ ഫുൾ ഓബ്ജക്റ്റിന്റെ ടോർക്ക് അല്ലെങ്കിൽ ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിന്റെ ടോർക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ ടോർക്ക് ഇന്റേണൽ പ്ലസ് ടോർക്ക് എക്സ്റ്റേണൽ എന്നെനിക്ക് പറയാം. ഓക്കെ, ഇനി എപ്പോഴും നമുക്കറിയാം ഈ ഇന്റേണൽ ഫോഴ്സ് കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറിന്റെ അകത്ത് നിന്ന് കാറിനെ തള്ളിക്കഴിഞ്ഞാൽ കാറിന് മോഷണമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് എനിക്ക് മോഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതേപോലെ ഇന്റേണൽ ടോർക്ക് കൊണ്ടും എനിക്ക് മോഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് എഫക്റ്റീവ്ലി സീറോ ആയിരിക്കും. അതെല്ലാം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഓരോ പാർട്ടിക്കിളിൻ്റെയും ഇന്റേണൽ ടോർക്ക് എനിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എനിക്ക് ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ടോർക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി ബൈ ഡി ടി ഓഫ് ആംഗുലാർ മൊമെന്റം ആയിരിക്കും. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തേ ഉള്ളൂ, ഡി ബൈ ഡി ടി ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ എപ്പോഴൊക്കെ ആംഗുലാർ മൊമെന്റത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണോ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ആയിരിക്കും. നമ്മൾ ഇതേ കാര്യം നമ്മൾ ലോസ് ഓഫ് മോഷൻ 5th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. ടോട്ടൽ മൊമെന്റത്തിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, കുറേ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളുടെ എല്ലാം മൊമെന്റത്തിന് സം എടുത്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും. അതേപോലെ ഇവിടെ എല്ലാ പാർട്ടിക്കിളിലെയും ആംഗുലാർ മൊമെന്റത്തിന് സം എടുത്തു, എന്നിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എക്സ്റ്റേണൽ ടോർക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയാൻ പോകുന്ന കാര്യം. ശ്രദ്ധിക്കുക, ഇഫ് ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഇൻ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഈസ് 0, ഈ പറഞ്ഞ എക്സ്റ്റേണൽ ടോർക്ക്, പുറത്തു നിന്നും ഒരു സാധനത്തിന് ഞാൻ ടോർക്കൊന്നും കൊടുക്കുന്നില്ല ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണ് എന്നുണ്ടെങ്കിൽ ദെൻ ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കാം, എക്സ്റ്റേണൽ ആണല്ലോ ഞാൻ 0 എന്ന് പറഞ്ഞത്, എക്സ്റ്റേണൽ ടോർക്ക് 0 ആണ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സാധനം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0 കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സാധനം കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഫിസിക്കലി എങ്ങനെ നമുക്ക് മനസ്സിലാക്കണം? ശ്രദ്ധിക്കുക, ഈ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫിസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ എർത്തിന്റെ ആംഗുലാർ മൊമെന്റം എനിക്ക് കണ്ടുപിടിച്ചപ്പോൾ ഇത്രയും ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്. ഇതിനെക്കാട്ടിലും കൂടുതലാണ് ആംഗുലാർ മൊമെന്റം, വലിയ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിന് കറങ്ങാൻ ഒരുപാട് താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പോൾ ഒരു വസ്തുവിന് ലീനിയർ മൊമെന്റം കൂടുതലാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ മാസ് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കണം. ഒരു കല്ലുണ്ട്, ഒരു ചുടുകട്ട ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ചുടുകട്ട ഞാൻ എടുത്ത് എൻ്റെ മുഖത്തോട്ട് ഒരുത്താൻ ചുടുകട്ട എറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പതുക്കെ അവൻ എറിയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ
ഡാമേജ് ഒന്നും സംഭവിക്കില്ല. അതായത് നല്ല സ്പീഡിൽ ചൂടുകെട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖം പൊട്ടിപ്പോവും. എന്തുകൊണ്ടാണ്? അവിടെ മൊമെൻറ്റം കൂടുന്നു. മൊമെൻറ്റം കൂടുമ്പോൾ അതിന് മോഷനുള്ള ശക്തി കൂടുന്നു. ഓക്കെ, അതേപോലെ ആംഗുലാർ മൊമെൻറ്റം കൂടുമ്പോൾ റൊട്ടേഷനുള്ള ശക്തി കൂടുന്നു. ഓക്കെ, മനസ്സിലായി? അങ്ങനെ വേണം നമ്മൾ ഫിസിക്കലി മനസ്സിലാക്കാൻ. ഇനി ഈ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് റൊട്ടേഷൻ ചെയ്യാനുള്ള ശക്തി അല്ലെങ്കിൽ റൊട്ടേഷൻ ചെയ്യാനുള്ള താല്പര്യമാണെന്ന് പറഞ്ഞു. ഈ റൊട്ടേഷൻ ചെയ്യാനുള്ള താല്പര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ റൊട്ടേറ്റ് ആവുന്ന ആ എമൗണ്ട് എന്ന് പറയുന്നത് ടോർക്ക് ഇല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഫിസിക്കലി പരീക്ഷിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒളിമ്പിക് അത്ലീറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർ കൈ നീട്ടി വെക്കുമ്പോൾ, അവർ കറങ്ങിയിട്ട് കൈ നീട്ടി വെക്കുമ്പോൾ അവരുടെ സ്പീഡ് ഭയങ്കര കുറവാണ്. പക്ഷെ അതേത് കൈയിനെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? സ്പീഡ് കൂടുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുക, അവരുടെ ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയപ്പോൾ ഇപ്പം കൈക്ക് ഒരു ആംഗുലാർ മൊമെന്റം ഉണ്ട്, ബോഡിക്ക് ഒരു ആംഗുലാർ മൊമെന്റ് ഉണ്ട്, ഇപ്പുറത്തെ കൈയിന് ഒരു ആംഗുലാർ മൊമെന്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ദൂരെ നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ എന്തായി? ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ആർ ഐ ഇൻറ്റു പി ഐ ആണ്. ഓക്കെ, സിഗ്മ ആർ ഐ ക്രോസ് പി ഐ ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ റേഡിയസ് ക്രോസ് മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ റേഡിയസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർ കൈ നീട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കൈ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളുടെ ഒരു പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൈ ദൂരെ പോകുന്നു എന്ന് പറഞ്ഞാൽ കൈയിന്റെ റേഡിയസ് കൂടുന്നു, സെൻട്രൽ നിന്നും കൈക്കുള്ള ദൂരം കൂടി. ഓക്കെ, അപ്പോൾ ഈ ആർ ഐ കൂടി, പക്ഷെ ആംഗുലർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പി ഐ കുറയണം. പി ഐ കുറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞാലേ പി ഐ കുറയത്തുള്ളൂ. കാരണം മാസ് ഇൻറ്റു വെലോസിറ്റി ആണത്. അപ്പോൾ വെലോസിറ്റി കുറയണം. അപ്പോൾ കൈ ദൂരെ കൊണ്ടുപോകുമ്പോൾ ആർ ഐ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം, ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പി ഐ കുറയണം എന്നുണ്ടെങ്കിൽ വെലോസിറ്റി കുറയണം. അതുകൊണ്ടാണ് അവരുടെ സ്പീഡ് കുറഞ്ഞത്. കൈ അടുത്ത് കൊണ്ടുവരുമ്പോൾ ആർ ഐ കുറഞ്ഞു, അപ്പോൾ പി ഐ കൂടണം. അതുകൊണ്ടാണ് അവർക്ക് സ്പീഡ് കൂടിയത് കൈ അടുത്ത് കൊണ്ടുവരുമ്പോൾ. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി പരീക്ഷിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ചെയറൊക്കെ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ചെയറിൽ കയറി ഇരിക്കുക, എന്നിട്ട് കറങ്ങിയിട്ട് കൈ ദൂരെ കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ കറങ്ങുന്ന സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറയും. കൈ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കറങ്ങുന്ന സ്പീഡ് കൂടും. എന്തുകൊണ്ടാണ്? കൈ ദൂരെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഈ കൈ എന്ന് പറഞ്ഞ പാർട്ടിക്കിളിന്റെ ആർ ഐ കൂട്ടുവാണ്, റേഡിയസ് കൂട്ടുവാണ്, ദൂരം കൂട്ടുവാണ്. ഞാൻ കൈ അടുത്തിരിക്കുമ്പോൾ കൈയും ഞാൻ കറങ്ങുന്ന ആക്സിസും തമ്മിൽ ദൂരം കുറവാണ്. ദൂരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആർ ഐ കൂടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പീഡ് കുറയും. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓൾറൈറ്റ്, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ആംഗുലാർ മൊമെന്റത്തിനെ കുറിച്ച് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി. ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള ബന്ധം നോക്കി. എപ്പോഴും ഓർക്കുക, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ആർ ക്രോസ് പി ആയിരിക്കും. റേഡിയസ് ക്രോസ് മൊമെന്റം വെക്ടർ ആയിരിക്കും. റേഡിയസ് വെക്ടർ ക്രോസ് മൊമെന്റം വെക്ടർ ആയിരിക്കും. ആൻഡ് ഈ ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത്? ടോർക്ക് എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ആംഗുലാർ മൊമെന്റം, അല്ലെങ്കിൽ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ആയിരിക്കും എപ്പോഴും ടോർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് എങ്ങനെയായിരിക്കും ആംഗുലാർ മൊമെന്റം ടോർക്കും വരുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഫൈനലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറഞ്ഞിരുന്നത്. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത്? എപ്പോഴൊക്കെയാണോ ടോർക്ക്, എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്തത്, അപ്പോഴെല്ലാം ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പോലെ തന്നെയാണ്, അതിന് അനലോഗസ് ആണ്. അവിടെ നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ദയവേത് അത് കമന്റ്സിൽ എഴുതുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ളവർ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളാം. താങ്ക് യു.